കബറിൻ്റെയും മിമ്പറിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് റൗള ഷരീഫ്. റിയാദുൽ ജന്ന നിസ്കരിച്ചു. സമയം ഏകദേശം രാത്രി 2 മണി 2:30 ഒരു സെക്ഷനായിട്ടാണ് ആൾക്കാർ അകത്തേക്ക് ഇരുന്നുള്ളത്. പെർമിഷൻ ടോക്കൺ എന്ന് പറഞ്ഞ ആപ്പുണ്ട്. ആപ്പിൽ പെർമിഷൻ എടുത്തിട്ടാണ് ആൾക്കാർ അകത്ത് കയറ്റുന്നത്. 3 ദിവസം 4 ദിവസം മുമ്പേ ബുക്ക് ചെയ്യണം. ഇതാണ് മിഹ്റാബ്. 10 വർഷം മുമ്പ് ഞാൻ വന്നപ്പോൾ ഏകദേശം 2011 വന്നപ്പോൾ മിഹ്റാബിനകത്ത് വെച്ചിട്ട് രണ്ടാക്കകത്ത് സുന്നത്ത് സ്കെച്ചിരുന്നു. ഇപ്പം അതിനൊന്നും പറ്റൂല. സലാം പറയാനുള്ള അത് ഞങ്ങൾ സുബഹി നിസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങി. മോളിലേക്ക് കയറുന്നതല്ല, ഇതിപ്പോൾ ബാത്റൂമിലേക്ക് പോകുന്നത്. ബാത്റൂമിലേക്ക് താഴെ പാർക്കിംഗ്, അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ്. നല്ല വൃത്തിയാണ് ബാത്റൂമുകൾക്ക്, നല്ല അടിപൊളി വൃത്തി, ഒരു രക്ഷയില്ല. കാരണം വെച്ചാലുണ്ടല്ലോ ഇവിടുത്തെ സ്റ്റാഫുകൾ ഒരുപാടുണ്ട്. ബംഗാളികളായാലും മലയാളി ഉണ്ട്, ഹിന്ദിക്കാർ, UP ക്കാർക്ക് ഒരുപാട് സ്റ്റാഫുണ്ട്. പാകിസ്ഥാനികളുണ്ട്. ക്ലീനാക്കാൻ വേണ്ടിയിട്ടും ക്ലീനിങ് സെക്ഷനിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഏത് സമയത്തും ക്ലീനിങ് കണ്ടിന്യൂ ക്ലീനിങ് ആണ് ബാത്റൂമാണ്. പുറത്തിറങ്ങിയ കാഴ്ചയാണ്. പാവകൾക്ക് ആൾക്കാർ ഭക്ഷണം കൊടുക്കുന്നത് നല്ല കാഴ്ചയാണ്. മദീന ഹറമിൻ്റെ പുറത്ത് കുറച്ച് 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ എത്തുന്ന ഒരു മാർക്കറ്റ് ആയിട്ടാണ്. എല്ലാ ഐറ്റംസും ഉണ്ട്. അതായത് ജ്വല്ലറി ഉണ്ട്, പിന്നെ ഡ്രസ്സിൻ്റെ ഐറ്റംസ്, പിന്നെ കൂടാതെ ഈത്തപ്പഴത്തിൻ്റെ ഷോപ്പുകളുണ്ട്, പിന്നെ അത്തർ, അങ്ങനെ ഒരുപാട് എല്ലാ ഐറ്റംസും ഉണ്ട്. തുച്ഛമായ വിലക്ക് നല്ല അടിപൊളി സെറ്റപ്പാണ്. ഹറമിനടുത്ത്, മദീന ഹറമിനടുത്ത് ചില ഷോപ്പ്. ഏതാണ്ട് അത്ര ഇത് സൊലിപ്പിൽ വേറെ
അങ്ങനെ ഞങ്ങൾ മദീനയിൽ നിന്ന് യാത്ര തിരിച്ചു മക്കയിലേക്ക്. പോകുന്ന വഴി ബദർ വഴിയാണ് പോകുന്നുള്ളത്. ബദർ വഴി പോകുന്നതിന് മുമ്പ് അവിടെ ഒരു കിണറുണ്ട്. ആദ്യത്തെ 1400 വർഷം പഴക്കമുള്ളൊരു കിണർ. ആ കിണറിലേക്ക് മുമ്പ് കാണാൻ വേണ്ടി പോകും. ഞങ്ങളിപ്പോൾ ഉംറക്കുള്ള ഇറാൻ കെട്ടും. മദീനത്തിൽ നിന്ന് വിട്ട് കുറച്ച് ഒരു 10 കിലോമീറ്റർ ഇപ്പോൾ ഇറാൻ കെട്ടിയതാണ്. ഞാൻ പറഞ്ഞ ആ കിണറിൻ്റെ അടുത്ത് കത്തി ബിഹർ റവ ഇല്ലാന്നുള്ളത്. ബിഹർ റവ അതായത് ബിഹർ എന്ന് വെച്ചാൽ കിണർ, കിണറാണ്. പക്ഷേ ഇത് മെയിൻ്റനൻസ് വർക്കെല്ലാം നടക്കുന്നുണ്ട്. ബ്ലോക്ക് ആക്കിയിരുന്നു. ഫോട്ടോ ഇതാണ് ഈ കിണർ. ഈ കിണറിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിരുന്നു. ഡിസ്ക്രിപ്ഷനിലിടാം, അല്ലെങ്കിൽ കന്നഡ. മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. ഫുൾ ക്ലോസ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ചരിത്രം എന്ന് വെച്ചാൽ ഇത് ബദർ പോകുന്ന വഴിയിലാണ്. ബദറിലേക്ക് പോകുന്ന വഴി. അപ്പോൾ ഞങ്ങൾ ബദറിലേക്ക് സിയാറ പോകുന്ന വഴിയാണിത്. ബദറിലേക്ക് പോകുന്ന വഴിയിലാണ് കിണറുള്ളത്. നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബദറാണ്. ബദറിലേക്ക് പോകുന്നതിന് വഴിയിലുള്ള കിണറാണ്. ഇതിൻ്റെ ചരിത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് പോകുന്ന സമയത്തും അതുപോലെ തിരിച്ചു വരുന്ന സമയത്തും ഇവിടെ വന്ന് റെസ്റ്റ് എടുത്ത് ഇവിടെ ഈ കിണറിന് വെള്ളം കുടിക്കുകയും കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് ഒരു പുണ്യം മനസ്സിലാക്കി ഈ കിണറിന് ആൾക്കാർ വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ക്യാനിലാക്കിയിട്ട് വെള്ളം വെക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഇത് അടച്ചുകൊണ്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല. മെയിൻ്റനൻസ് വർക്ക് എടുക്കുന്നു. അതുകൊണ്ട് ഫുള്ള് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും വെള്ളം ക്യാനിലാക്കിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ അപ്പുറം പൈപ്പുണ്ട്. പൈപ്പിൽ വെള്ളം ഇവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ആവശ്യക്കാർക്ക് പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്യാം, ഉള്ള കൊടുക്കുക. ബോട്ടിൽ നിറച്ചുകൊണ്ട് ആൾക്കാരുടെ ബോട്ടിൽ നിറച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ പള്ളിക്ക് കിട്ടുന്നുണ്ട്. പള്ളീൻ്റെ വർക്ക് നടത്തുന്നുണ്ട്. കിട്ടിയിട്ടുള്ളത് വെള്ളത്തിൻ്റെ പൈസ ഇല്ല കേട്ടോ, ക്യാൻ്റെ പൈസ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. എല്ലാ പള്ളിയിലും പോയാൽ പുറത്ത് കച്ചവടമുള്ളത് പലരുടെ ഉണ്ട്. കച്ചവടം ഉണ്ട് കേട്ടോ. അത്ര കച്ചവടം ഇതാന്നിട്ട്. പിന്നെ മറിയും വെറുതെ മറിയും. അതേ മറിയം പോകുന്നറിയും. മറിയം പോകും എന്നറിയുന്ന സാധനമായിട്ട്. അതായത് കുട്ടികളില്ലാത്ത സ്ത്രീകൾക്ക് പൊട്ടുന്ന കുട്ടികളുണ്ടാവുന്ന പറയും. പൂവിൻ്റെ പേര് ഉണക്കി കുട്ടി വെള്ളം കഴിച്ച് കുട്ടികളുണ്ട്. അത്ര ഉണ്ട്. അത്ര ഉണ്ടല്ലേ? പുതിയ هذا ايش عطر هذا؟ هذا عطر؟ هذا بلسان عطر هنا. بلسان؟ بلسان دواي هذا. دواي؟ ايش دواي؟ شوف هنا مكتوب اردوفي. اردو ما يعرف. انجلش؟ انجلش. قلنا السبب بلسان اويل. ما تدري كلام. خليك عند الدواء. ഡയബറ്റിസ്, അത് ഷുഗറിനെല്ലാം പറ്റിയ പൈൽസിന്, ഷുഗറിന്, ആസ്മ, ഇതിനൊക്കെ പറ്റിയ മരുന്നത്. ഓയിലാണത്. അത്ര ഉണ്ട് അവിടെ. ബിസ്ക്കറ്റ് ഉണ്ട്, ചായ ഉണ്ട്. പള്ളിൻ്റെ പണി നടന്നുള്ളത്. അങ്ങനെ റവാന്ന് ഇറങ്ങി ബദറിലേക്കുള്ള യാത്രയിലാണ്. അത് ബിർ റവാൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ച. ഞങ്ങൾ ബസ് നേരെ പോകുന്നത് ബദറിലേക്കാണ്. ബസ്സിനകത്ത് ഫുള്ള് ഫാമിലികളാണ്. അതാണ് ബസ്സിനകത്തുള്ള കാഴ്ച കാണിക്കാറ്. സ്ത്രീകളും കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് പേര്. മദീനത്ത് നിന്ന് ജിദ്ദയിലേക്കും യാമ്പൂലേക്കും ബദറിലേക്കും പോകുന്ന റോഡാണിത്. ഏകദേശം 50 കിലോമീറ്റർ നമ്മൾ ഓടി ബദറിലേക്ക് ഏകദേശം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ബദർ ടൗണിലേക്ക് എത്തിയിട്ട് ഒരു പള്ളി കാണുന്നുണ്ട്. ആ ലെഫ്റ്റ് സൈഡിൽ വലിയൊരു പള്ളി കാണുന്നുണ്ട്. അത് പള്ളിയാണെന്ന് അറിയില്ല.
ദിവസമായിട്ട് മദീനത്തൊക്കെ ഭയങ്കര മഴയായിരുന്നു. മഴ കുറച്ച് കുറയുന്നുണ്ട്, എന്നാലും കാർമേഘങ്ങളൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. ഇതിൽ നല്ല മഴയുണ്ട് അല്ലേ? നല്ല മഴയുണ്ട്. ഇവിടെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടല്ലേ? അങ്ങനെ വെള്ളം താവില്ല, മണൽ വെള്ളം താവില്ല. പിന്നെ റോഡിലേക്ക് വെള്ളം കെട്ടിക്കിടന്നാൽ ടാങ്കറിൽ വന്നിട്ട് മോട്ടർ ചെയ്തിട്ട് പമ്പ് ചെയ്തിട്ട് കൊണ്ടുപോകല വെള്ളം എടുത്തിട്ട്. അങ്ങനെ ബദർ ഷുഹദായിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന മതിൽ കെട്ടുന്നല്ല, അതിനകത്താണ് ഖബർസ്ഥാനുള്ളത്. അങ്ങനെ നമ്മളെ ബസ് ബദറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മളെ അമീർ അഷ്റഫ് സഹാഫി. മഖ്ബറ ശുഹദാ ബദർ ബദർ യുദ്ധത്തിൽ ഷഹീദായ 14 സ്വഹാബികളെ കബറാണ് ഇവിടെയുള്ളത്. മണൽ കുന്നുകളിൽ മണൽക്കാറ്റുണ്ടാകുന്ന സമയത്ത് അടിച്ചു കയറുന്ന മണൽ. ഖബർസ്ഥാന് പുറത്ത് നല്ല പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അകത്തേക്ക് പ്രവേശനമില്ലായിരിക്കും. ബദർ യുദ്ധത്തിൽ ഷഹീദായ പേരാണ് എഴുതി വെച്ചിട്ടുണ്ട്. യുദ്ധത്തിൽ ഷഹീദായത് 13 സ്വഹാബാക്കളാണ്. 14 സ്വഹാബാക്കളുടെ പേരുണ്ട്. ഒരു സഹാബ യുദ്ധത്തിന് മുന്നോടി വെച്ച, അതായത് 3 പേര് അവരെ മുജാഹിദിൻ്റെ 3 പേര് യുദ്ധത്തിന് പോയ സമയത്ത് അവരവിടുന്ന് യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിൽ പരിക്കേറ്റ് തിരിച്ച് ബദറിലേക്ക് വരുന്ന വഴിയിലാണ് അതിലൊരു സഹാബ കാണപ്പെട്ടത്. അങ്ങനെ 14 പേര്. ഇതാണ് ബദറിലുള്ള മസ്ജിദ് ഹാരിസ്. അതായത് ഈ സ്ഥലത്താണ് ബദർ യുദ്ധം നടക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി തങ്ങളെ വന്നിട്ട് വിശ്രമിച്ച സ്ഥലം. ഇവിടെയാണ്, ഈ സ്ഥലത്താണ് ഇപ്പോൾ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇത് പള്ളിയുടെ പേര് ഇപ്പോൾ മസ്ജിദ് ഹാരിസ്. പക്ഷെ ഇപ്പോൾ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് പള്ളീൻ്റെ അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാം അടച്ചിട്ടുണ്ട്. പുറത്തുനിന്നുള്ള ആൾക്കാരും സ്കെച്ച് തുറന്നിട്ട് അങ്ങനെ പോകും. പിന്നെ നേരെ കാണുന്ന ആ സ്ഥലമാണ് ബദർ യുദ്ധം നടന്ന സ്ഥലം. ബദർ യുദ്ധം ഈ കാണുന്ന മൈതാനത്ത് വെച്ചിട്ടാണ് ബദർ യുദ്ധം നടന്നത്. ഈ സ്ഥലത്ത് വെച്ചാണ് ബദർ യുദ്ധം നടന്നത്. ഈ കാണുന്ന മൈതാനത്ത് വെച്ച് ആണ് ബദർ യുദ്ധം നടന്നത്. ഇപ്പം അതിനടുത്താണ് ഈ പള്ളിയുള്ളത്. പള്ളിയുടെ പേര് മസ്ജിദ് ഹാരിസ് ആണ്. ആ സമയത്ത് പള്ളിയിലായിരുന്നു. ആ സമയത്ത് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥലമാണ്. ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് 14 സ്വഹാബികളെ ഷഹീദായത്. ശത്രു സൈന്യത്തിൽ നിന്നും 70 പേരാണ് മരണപ്പെട്ടത്. അവരെ ആ മൈതാനത്തിലുള്ള ഒരു കിണറിൽ തന്നെയാണ്, പൊട്ടക്കിണറിൽ തന്നെയാണ് നിക്ഷേപിച്ചത്. പക്ഷെ ആ കിണർ ഇപ്പോൾ മൂടിക്കിടക്കുകയാണ്. കുറേ ദൂരം ഓടി ഒരു പമ്പിൽ കയറി നിസ്കരിച്ച് നല്ല വിശപ്പുണ്ട്. അങ്ങനെ അൽബൈക്കിൽ കയറാൻ വിളിക്കുക. വലിയൊരു പമ്പ്, പക്ഷെ കുറേ ഓടിയ ശേഷമാണ് പമ്പ് കിട്ടിയത്. കാരണം ഈ മദീനയിൽ നിന്ന് മക്കത്തേക്ക് പോകുന്ന റോഡിലുണ്ടല്ലോ, കിലോമീറ്ററോളം പമ്പുകളില്ല. അതുകൊണ്ട് ഇതിന് പെട്രോൾ ഫുള്ളാക്കിയിട്ട് വരാം. ഭക്ഷണം എന്തെങ്കിലും റെഡിയാക്കിയിട്ട് കയ്യിൽ നിന്ന് കരുതാം. ഇത് ഭക്ഷണമൊന്നും ഇല്ലെന്നില്ല. നല്ല വിശപ്പ്. അങ്ങനെ വേറെ ഹോട്ടലും മലയാളി ഹോട്ടലും കാര്യമൊന്നുമില്ല. മരുന്നിൽ ഏതോ എത്തില്ല. അങ്ങനെ അൽബൈക്ക് ഓർഡർ ചെയ്ത് നെഗറ്റ്സ് മാത്രമേ ഉള്ളൂ, നാസ്റ്റൊന്നും ഇല്ല. അങ്ങനെ നെഗറ്റ്സിന് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ബിൽ നമ്പർ എത്ര? ജെസ്സി നമ്പർ എത്ര ബില്ലിൻ്റെ? ബിൽ നമ്പർ 16, ബാക്കി നമ്പർ 16. അതാണ്ട് പറയും. അതിൽ നമുക്ക് പുറത്തേക്കാണ്. നമ്മുടെ ബസ് കുറേ ബാക്കിലാണ് നിർത്തിയിട്ടത്. ഇവിടെ വണ്ടി നിർത്തി മാരിസ്കെച്ച് മാരിഷാക്ക് നിസ്കരിച്ചു. ഏകദേശം മദീനയിൽ നിന്ന്
മക്കത്തേക്ക് 450 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഏകദേശം 500 കിലോമീറ്റർ മതി. കാരണം നമ്മൾ ബദറിൽ പോയിട്ടല്ലേ വന്നത്. ബദറിൽ പോയിട്ട് വന്നതുകൊണ്ട് ഏകദേശം 50 കിലോമീറ്റർ അധികം ചാൻസ് ഉണ്ട്. ഏകദേശം 300 കിലോമീറ്ററോളം ഓടി. ഈ 300 കിലോമീറ്ററിൽ 250 കിലോമീറ്റർ വരെ ഒരു പമ്പില്ലൊന്നുമില്ല കേട്ടോ. 250 കിലോമീറ്റർ താണ്ടിയതിന് ശേഷമാണ് പമ്പ് ഇട്ടത്. ഇപ്പോൾ ഇവിടുന്ന് 161 കിലോമീറ്റർ ഉണ്ട് മക്കയിലേക്ക്. കോഴിക്കോട് അതുപോലെ അൽബക്ക് മാത്രമേ ഉള്ളൂ. അൽബക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ വന്നത് ബദർ വഴിയാണ്. ബദർ വഴിയായതുകൊണ്ടാണ് പമ്പൊന്നും ഇല്ലാത്തത്. പിന്നെ മദീനയായിട്ട് ഡയറക്റ്റ് മക്കൾക്ക് വരുന്നുണ്ടെങ്കിൽ പമ്പ് കാര്യമൊക്കെ ഉണ്ട്. ബദർ വഴി വരുന്നുണ്ടെങ്കിൽ 1 കിലോമീറ്ററോളം ഒന്നുമില്ല.